എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. പി എം കിസാൻ സമ്മാൻ നിധിയുടെ 20ാമത്തെ ഗഡുവിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള നിരവധി ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ ഇന്നെലിജിബിൾ ആക്കിയിട്ടുള്ളവരുണ്ട്, അല്ലെങ്കിൽ ബ്ലോക്കിലേക്ക് മാറ്റിയിട്ടുള്ള നിരവധി ആൾക്കാരുണ്ട്. ഇപ്പോൾ കേന്ദ്രം നിങ്ങൾക്കായിട്ടൊരു ഓപ്ഷൻ വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ തെറ്റുകൾ തിരുത്തി വീണ്ടും പി എം കിസാനിലേക്ക് എത്താനായിട്ട് ആ ഒരു അപ്ഡേഷൻ നമുക്കിപ്പോൾ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നെലിജിബിൾ ആയിട്ടുള്ളവർ, റിജക്റ്റ് ആയിട്ടുള്ളവർ, നിങ്ങൾക്ക് എന്തെങ്കിലും റീസൺ കൊണ്ട് ഇപ്പം രണ്ടുപേര് വാങ്ങുന്നു എന്നൊക്കെയുള്ള റീസൺ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അവിടെ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്ന രേഖകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇന്നെലിജിബിലിറ്റി ഇപ്പോൾ മാറ്റാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മളിതെല്ലാം ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ ഫാർമർ ഐ ഡി എടുത്തവരായിരിക്കണം, നിങ്ങളുടെ ഫാർമർ ഐ ഡിയുടെ അപ്ഡേഷൻ ആയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതെല്ലാം നമുക്ക് അവിടെ വ്യക്തമായിട്ട് കാണിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഇന്നെലിജിബിൾ ആയിട്ടുള്ളവർ, ഇപ്പോൾ നിലവിൽ ഒത്തിരി ആൾക്കാർക്ക് 20ാമത്തെ ഗഡുവിന് മുടങ്ങിയിട്ടുണ്ടായിരുന്നു, 19ാമത്തെ മുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ റീസൺ വന്നിരിക്കുന്നത് 19 ലാൻഡ് ടാക്സ് ബിഫോർ 19 മുമ്പുള്ള ലാൻഡ് ടാക്സ് കോപ്പി അവിടെ സബ്മിറ്റ് ചെയ്യണമെന്നൊക്കെ നിരവധി ആൾക്കാർക്കും അതിൻ്റെ അപ്ഡേഷൻ അവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ, ഇൻ്റലിജിബിലിറ്റി വേറെ റീസൺ വന്നിട്ടുള്ളവർ, ഐഡൻറ്റിറ്റി റീസൺ വന്നിട്ടുള്ളവർ, ഇതെല്ലാം നിങ്ങൾക്ക് അവിടെ അപ്ഡേറ്റ് ചെയ്ത് മാറ്റാനായിട്ട് സാധിക്കുന്നതാണ്. അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ പ്രശ്നങ്ങൾ വന്നിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു അവസരം കേന്ദ്രം തന്നിരിക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് തന്നെയും നിങ്ങൾക്ക് വീണ്ടും പി എം കിസാൻ സമ്മാൻ നിധിയിൽ എത്താനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഈ ഇന്നെലിജിബിലിറ്റി ഇപ്പോൾ മാറും നാളെ മാറും എന്ന് കരുതിയിരുന്നാൽ അത് മാറില്ല. നിങ്ങൾ ഒത്തിരി സ്ഥലങ്ങളിൽ അന്വേഷിച്ചിട്ടുണ്ടാവും ഈ ഇന്നെലിജിബിലിറ്റി മാറ്റേണ്ട, അപ്പോൾ അത് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ അറിഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിനായിട്ടാണ് കേന്ദ്രം ഇപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ തന്നിരിക്കുന്നത്. അത് വെയിറ്റ് ചെയ്താൽ മാറില്ല. നിങ്ങളായിട്ട് തന്നെയും നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചെങ്കിൽ മാത്രമേ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇന്നെലിജിബിലിറ്റി അല്ലെങ്കിൽ ബ്ലോക്ക് മാറത്തുള്ളൂ. അത് മാറാൻ ആഗ്രഹിക്കുന്നവരാണ്, നിങ്ങൾക്കത് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ എത്രയും വേഗം ഇത് ചെയ്തോളുക. കാരണം 21ാമത്തെ ഗഡുവിനത്തിൻ്റെ അപ്ഡേഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ആ അപ്ഡേഷൻ ഇപ്പോൾ നടക്കുന്ന സമയത്ത് തന്നെയും ഇതൊക്കെ കറക്റ്റ് ആക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് 21ാമത്തിൻ്റെ ലിസ്റ്റിൽ നിങ്ങൾക്ക് കയറാനായിട്ട് സാധിക്കുകയുള്ളൂ. ഫാർമർ ഐ ഡി നിർബന്ധമായിട്ടും എടുത്തിരിക്കണം. ഫാർമർ ഐ ഡി ഇനി ആരെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ എത്രയും വേഗം ഫാർമർ ഐ ഡി എടുക്കണം. കാരണം ഫാർമർ ഐ ഡി അപ്ഡേറ്റ് ആയവർക്ക് ഈ ഒരു ചേഞ്ചസ് നിങ്ങൾക്ക് ഇപ്പോൾ അവിടെ മാറ്റാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഫാർമർ ഐ ഡി എടുക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ഫാർമർ ഐ ഡി എടുത്തിട്ട് മാത്രമേ ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യാനുള്ള അവസരമാണ് ഇപ്പോൾ കേന്ദ്രം തന്നിരിക്കുന്നത്. അങ്ങനെ ഇന്നെലിജിബിലിറ്റി ആയിട്ടുള്ളവർ, തുക മുടങ്ങിയിട്ടുള്ളവർ, അപ്പോൾ 20 വരെ ലഭിച്ചിട്ടുള്ളവർക്ക് ഇന്നെലിജിബിലിറ്റി ഇല്ല എന്ന് കരുതിയിരിക്കരുത്. നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കുക. അവിടെ നിങ്ങൾക്ക് ഇന്നെലിജിബിലിറ്റി എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളും തീർച്ചയായിട്ടും അത് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്ത് അവിടെ എന്താണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ അവിടെ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ പി എം കിസാൻ സമ്മാൻ നിധി തുക വിതരണം ഇനി മുടങ്ങാതെ ലഭിക്കത്തുള്ളൂ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോളുക. അത് സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കേന്ദ്രം അതിനായിട്ട് അവസരമാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അത് നിങ്ങളെല്ലാം ചെയ്ത് ക്ലിയർ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇനി പി എം കിസാൻ സമ്മാൻ നിധി ലഭിക്കുകയുള്ളൂ. അത് നോക്കുക. നിങ്ങൾ ഇനി ബാങ്കിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് നോക്കേണ്ടതാണ്. കുറേ പേർക്ക് ഇപ്പോൾ KYC വീണ്ടും ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. KYC അവിടെ എസ് ആണെന്ന് കരുതി നിങ്ങൾക്ക് KYC ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ബയോമെട്രിക്കൽ KYC ചെയ്യണം എന്നുള്ളതാണ് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം നിങ്ങൾ ബയോമെട്രിക്കൽ KYC ചെയ്യേണ്ടതാണ്. ഇന്നലെ നടന്ന അപ്ഡേഷൻ കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനത്തെ മാറ്റങ്ങൾ വന്നിരിക്കുന്നത്. അങ്ങനെ ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ മാറ്റേണ്ടതാണ്. പിന്നെ ബാങ്കിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. നിരവധി ആൾക്കാരുടെ ബാങ്ക് റിജക്റ്റ് ആണ്. നിങ്ങളെല്ലാം സ്റ്റാറ്റസ് കയറി ചെക്ക് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ചെല്ലുമ്പോഴത്തേക്കും നിങ്ങളുടെ സ്റ്റാറ്റസ് നോക്കുമ്പോൾ എല്ലാം എസ് ആണെന്ന് അവിടെ കാണാൻ സാധിക്കും. എന്നാൽ തുക വിതരണം ലഭിക്കാറുമില്ല. നിങ്ങൾ ഇതെല്ലാം പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ വിഷയങ്ങൾ മനസ്സിലാവുള്ളൂ. സ്റ്റാറ്റസ് എപ്പോഴും നിലവിൽ അതൊക്കെ നമുക്ക് ആദ്യം വന്നിരുന്ന എസ് ഒക്കെ അതുപോലെ തന്നെ അവിടെ നിൽക്കും. ഈ വന്നിരിക്കുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി തന്നെയാണ് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതും. ബാങ്ക് സീഡിങ് ചെക്ക് ചെയ്ത് നോക്കണം, ആധാർ സീഡിങ് ചെക്ക് ചെയ്ത് നോക്കണം. ഇതൊക്കെ പറയുന്നത് ഈ മാറ്റങ്ങൾ വന്നെന്ന് പറഞ്ഞ് നമുക്ക് പി എം കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതൊന്നും അവിടെ കാണണമെന്നില്ല. നിങ്ങൾ നിങ്ങളതായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് തന്നെ നിങ്ങളത് മീൻസ് നമ്മൾ OTP KYC വെരിഫിക്കേഷൻ, KYC എന്നുള്ളത് പി എം കിസാൻ്റെ വെബ്സൈറ്റിൽ കിടപ്പുണ്ട്. അവിടെ നിങ്ങളുടെ ആധാർ നമ്പർ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. KYC ഓൾറെഡി ഡൺ ആണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. അതല്ല അവിടെ KYC വീണ്ടും ബയോമെട്രിക്കൽ ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ നിങ്ങൾ എത്രയും വേഗം ബയോമെട്രിക്കലായിട്ട് നിങ്ങളുടെ KYC കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. ബാങ്കിൻ്റെ തന്നെ നിങ്ങളുടെ ആധാറിൻ്റെ സൈറ്റിൽ കയറിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ആ പി എം കിസാൻ്റെ വെബ്സൈറ്റിൽ തന്നെ അവിടെ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ആധാർ സൈറ്റിലേക്കാണ് എത്തുന്നത്. നിങ്ങളുടെ ആധാർ നമ്പറും കൊടുത്ത് ക്യാപ്ഷൻ കൊടുത്ത് അവിടെ വരുന്ന OTP സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാങ്ക് സീഡിങ് സ്റ്റാറ്റസ് അവിടെ കാണാൻ സാധിക്കും. നിങ്ങളുടെ ബാങ്ക് ഇപ്പോൾ തന്നെ നിലവിൽ അത് തന്നെയാണോ, അത് വേറെ ബാങ്ക് മാറിയോ, അതോ DBT ഡിസേബിൾ ആണോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് അവിടെ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. KYCയുടെ കാര്യങ്ങൾ, ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇനി പി എം കിസാൻ സമ്മാൻ നിധിയുടെ വിതരണം ലഭിക്കുകയുള്ളൂ. കാരണം ഒത്തിരി മാറ്റങ്ങൾ പി എം കിസാൻ സമ്മാൻ നിധിയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സ്റ്റാറ്റസ് ചെക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അത് നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ ലാൻഡ് വെരിഫിക്കേഷൻ അല്ല ഇനി നമുക്ക് വേണ്ടത്, നമ്മുടെ ഫാർമർ ഐ ഡി നമ്മൾ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതാണ്. നമുക്ക് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുമ്പോൾ ആദ്യം ലാൻഡ് സീഡിങ് എന്നുള്ളതുണ്ടായിരുന്നു. ഇനി ആ ലാൻഡ് സീഡിങ് അല്ല നമുക്ക് പ്രധാനം, ഫാർമർ ഐ ഡി. ആ ഫാർമർ ഐ ഡി നമുക്ക് അപ്ഡേറ്റ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം മാത്രം നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. കാരണം ഇനി ഇപ്പോൾ പി എം കിസാൻ സമ്മാൻ നിധി ലഭിക്കണമെങ്കിൽ ഫാർമർ ഐ ഡി നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്